ക്വാളിറ്റിക്കാണ് സിറ്റിക്ക് പൊതുവെ റേറ്റ് പറയാം. ഇത് അങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്ലെയിമോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ക്ലീൻ പീസ് വണ്ടിയാണ്. അബ്ബന്റെ ഒരു സുഹൃത്തന്നെ യൂസ് ചെയ്ത വണ്ടിയാണത്. 2022 മോഡൽ. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡീസൽ വെച്ച് നോക്കുമ്പോൾ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു പെട്രോൾ വണ്ടിയുടെ ഓട്ടം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അത് അടുത്തതാ ഒരു വെടിക്കെട്ട് വിലയില് ഫോക്സ് വാഗൺ ടൈഗൺ GT നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. KL 24 രജിസ്ട്രേഷൻ വാഹനമാണ്. ഡീറ്റെയിൽ ഒക്കെ മിൻഹാജ് പറയും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതുവർഷത്തിൽ നമ്മൾ ആദ്യമായി വീണ്ടും ഷമീർ ഖാന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മിൻഹാജെ സ്വാഗതം, ഷമീർ ഖാ സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു പുതുവർഷം തുടങ്ങിയിട്ട്? മൊത്തത്തില് പുതുവർഷം കഴിഞ്ഞ വർഷം നമുക്ക് ഗംഭീരമായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് മന്ത് ഡിസംബർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ നമ്മൾ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ സ്റ്റോക്ക് പുതിയ എല്ലാം മാറി വന്നാണോ? ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ നമ്മൾ ഏകദേശം ഈ പുതിയ വണ്ടികൾ മാത്രം 25ഓളം വണ്ടികളുണ്ട്. പക്ഷെ നമ്മൾ ആ ധൈര്യം കാരണം ഒരു 15-16 വണ്ടി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. 25-ലധികം പുതിയ സ്റ്റോക്കുകളുണ്ട്. പിന്നെ അതിൽ കൂടുതലുണ്ട് ബുക്കിംഗ് ആയ വണ്ടികളുണ്ട്. നമുക്ക് നമ്മൾ ഈ സെഗ്മെന്റ് വൈസ് ആക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു ക്ലിയർ ആയി ആളുകൾക്ക്. ആദ്യം ഒരു മാസം നമ്മൾ അവിടെയും ഇവിടെയും വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റി ഇപ്പം ഇവിടെ ബിലോ 10 lakhs അവിടെ അബൌട്ട് 10 lakhs ആക്കിയതോടുകൂടി രണ്ട് സ്ഥലത്ത് നടക്കാവും തിരുവണ്ണൂർ മാങ്കാവ് തിരുവണ്ണൂരുള്ള ഷോറൂമാണ് ഇത്. ഇവിടെ എന്ന് വെച്ചാൽ 10 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികളാണ്. നടക്കാവില് 10 ലക്ഷത്തിന്റെ മുകളിലോട്ട് വരുന്ന വണ്ടികൾ. ഇത് ഷമീസ് കാസ് പ്രൈഡ്. ഇപ്പോഴും ആ പേരിന്റെ വീഡിയോക്ക് കമന്റ് വരുന്നുണ്ട്. പുതിയ പേരുകൾ കമന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടുപോകും. ഷമീർ ഖാ, എല്ലാത്തിനും നല്ല വില പാകായിട്ടുണ്ടോ? മാത്രമല്ല ഒരുപാട് പുതിയ കാണിക്കുന്ന എല്ലാ വണ്ടികളിലും ഒട്ടുമിക്ക വണ്ടികളും മോഡൽ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണ് കൂടുതലുള്ളത്. ഓക്കെ, നന്നായി. ക്വാളിറ്റി തന്നെ ആൾക്കാർക്ക് വേണ്ടത്. കോംപ്രമൈസ് ഇല്ല. അത്രയുള്ള കാര്യങ്ങൾ. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. നമ്മുടെ ആദ്യ വാഹനം MGയുടെ ആസ്റ്റർ ആണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ്. അതെങ്ങനെ ഡീറ്റെയിൽ? ഇത് MG ആസ്റ്റർ 2023 മോഡല് കൂടിയ കിലോമീറ്റർ ആണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെറും 3200 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. ലോ കിലോമീറ്റർ. ഇപ്പൊ 2-3 വർഷം ആവാനായിട്ടുണ്ടാവും അല്ലെ? ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 2 വർഷം കഴിഞ്ഞ് ഇപ്പൊ എത്ര മാസം നോക്കിയിട്ട് 3 വർഷം ആവാനായിട്ടുണ്ട്. സ്റ്റിൽ കമ്പനി വാറണ്ടിയിൽ റൺ ചെയ്യുന്ന വണ്ടി. ഓക്കെ, 3200 മാത്രം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പിൽ സൂപ്പർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. ഓക്കെ, KL 7 രജിസ്ട്രേഷൻ വണ്ടിയാണ്. എറണാകുളം വണ്ടിയാണ്. പെട്രോൾ മാനുവൽ എന്ന് പറയാൻ മൈലേജ് ഒരു 11-15 റേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ? 15-നുള്ളിലായിട്ടുള്ള മൈലേജ്. 15-ന്റെ അകത്ത് തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ഓക്കെ, മെയിൻ്റനൻസ് സൈഡും വലിയ പേടിക്കണ്ട. അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം 13 ലക്ഷം രൂപ അന്ന് ഇറങ്ങുമ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ സൂപ്പർ എന്ന് പറഞ്ഞ വേരിയന്റ് ഇപ്പൊ നിലവിൽ ഇറങ്ങില്ല. അന്ന് 13 ലക്ഷം രൂപയുടെ അടുത്ത് ഓൺ റോഡ് വരുന്നുണ്ട്. നമുക്കിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് 8,20,000 രൂപ നെറ്റിൽ കൊടുക്കാൻ പറ്റും. 8,20 വെറും 3200 കിലോമീറ്റർ ഓടിയ MG ആസ്റ്റർ 2023 മോഡൽ വണ്ടി കൊണ്ടുപോകും. വാറണ്ടി ഇതിന് എത്ര വരെ ഉണ്ടാവും? വാറണ്ടി 3 വർഷം വാറണ്ടി എന്തായാലും ഉണ്ട്. ബാക്കിയുള്ള എന്താണെന്നുള്ളത് കുറച്ചുണ്ടാവുമായിരിക്കും. അതെ, എന്തായാലും വാറണ്ടി തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഓഫറാണ്, ഒന്നും പറയാനില്ല. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോ. പെട്രോൾ മാനുവൽ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. കാരണം ഒരു ക്യൂട്ട് ലുക്ക് വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചെയ്യും. ഫുൾ ഓണും കിട്ടും. അപ്പൊ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. ടൊയോട്ട ടൈസർ KL 86 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇവിടെ ഫറൂഖ് ആണോ രജിസ്ട്രേഷൻ? 86 അല്ല, പയ്യന്നൂര്. കണ്ണൂർ പയ്യന്നൂരാന്ന് തോന്നുന്നു. ഓക്കെ, അറിയാവുന്നവർ കമന്റ് ചെയ്തോ എന്തായാലും. ഓക്കെ, അപ്പോ ഫ്രോങ്സ് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് നോക്കുന്നവരുണ്ടെങ്കിലും ഇത് പരിഗണിക്കാൻ പറ്റും. സെയിം സാധനം തന്നെയാണ്, സെയിം വണ്ടിയാണ്, റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയതാണ്. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇതും വീണ്ടും ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്. 2024 മോഡൽ, 25 രജിസ്ട്രേഷൻ. ഓക്കെ, വെറും 8,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 8,500. അത് ഫുൾ ഓപ്ഷൻ ആണ്. V എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. പിന്നെ പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷനിൽ 2024-25 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 28 വരെ കമ്പനി വാറണ്ടിയിൽ. വെറും 8,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ ഇതും നിങ്ങൾ പുതിയത് ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതും കൂടെ പരിഗണിച്ചിട്ട് പോകാം. പുതിയ പ്രൈസും കൂടെ പറയാം. പുതിയ അന്ന് 13 ലക്ഷം രൂപ ഇറങ്ങുമ്പോൾ അതെ, ഇന്ന് 12.25 അടുത്ത് ഇന്ന് ഓൺ റോഡ് വരുന്നുണ്ട്. ഇന്ന് ഓൺ റോഡ് 12.25 അടുത്തുണ്ടെന്ന് പറഞ്ഞു പുതിയ വണ്ടിക്ക്. അപ്പൊ ഇത് വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഉണ്ടാവും. 11-15 ഇടയിൽ മൈലേജ്. ഒരു ക്ലെയിം ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നതിന്? ഇപ്പോൾ ഇത് നമുക്കൊരു 9,75,000 രൂപക്ക് നെറ്റ് പ്രൈസിൽ കൊടുക്കാം.
9.25 ലക്ഷത്തിന് ഈ 2024 മോഡൽ 25 രജിസ്ട്രേഷൻ ഫുൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ ടൈസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ലോൺ ഫുള്ളും ചാൻസ്? അതെ, ഫുള്ള് ലോണും കിട്ടും. ഫുള്ളും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഡസ്റ്റർ ആണ്, KL 73 രജിസ്ട്രേഷൻ വാഹനം. അതെ, ഇത് ലാസ്റ്റ് ഷേപ്പാ? ലാസ്റ്റ് ഷേപ്പ് 2021 മോഡൽ. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ RXZ ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിലോമീറ്ററിനാണ് 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഏതാ സാധനം? ഏതാ ഇത് റെനോൾഡ് ഡസ്റ്റർ 2021 മോഡൽ പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ ആണ്. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടി. അത്രയും കുറഞ്ഞ കിലോമീറ്റർ ഈ ഒരു 5-6 വർഷം ആവാനായിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ ഒരു റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ പീസ് വണ്ടിയാ. ആ ടയർ വരെ ഒറിജിനൽ ആണോ? ഒറിജിനൽ ടയർ, എല്ലാ കാര്യങ്ങളും. ഓക്കെ, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ അനങ്ങിയിട്ടില്ല, സാധനം ഇറക്കിയ പാടുള്ള അതേ ടയറാണ്. പെട്രോൾ ആണ്. മൈലേജ് ഒരു 11-14 ആ റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടായത്. നല്ല പവർ ആയിരിക്കും വണ്ടി. ഓക്കെ, നല്ല പവർ ഉണ്ടാവും. അതെ. അപ്പൊ നീറ്റ് ഡസ്റ്റർ എത്ര കൊടുക്കാം നമുക്കിത്? നമുക്കിപ്പോ ഓഫറായിട്ട് ഒരു 6,50,000 കൊടുക്കാം. 6,50,000 2021 വെറും 12,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഫുൾ ഓപ്ഷൻ മാനുവൽ ഡസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലെ? അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 11.5 രൂപ. 21 ഡസ്റ്ററിന്റെ ഇപ്പുറത്തെ മാർക്കറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ തന്നെ. പുതിയ ഡസ്റ്റർ വരാൻ പോവാന്ന് കേൾക്കുന്നുണ്ട്. പുതിയ ഡസ്റ്റർ ലോഞ്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലേക്ക്. ഇത്ര നേരം മാനുവൽ വേണ്ടില്ലേ? അടുത്തൊരു ഓട്ടോമാറ്റിക് ആണ്, ടിയാഗോ. ഓട്ടോമാറ്റിക് ടിയാഗോ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. ഇതും ഫുൾ ഓപ്ഷൻ ആണ്. XZ എന്ന ഓപ്ഷൻ. XZ അല്ലേ? ഓട്ടോമാറ്റിക്. 20 പ്ലസ് ഇല്ല? 20 പ്ലസ് ഉണ്ട്. പ്ലസ് ഉണ്ട്. അതിന്റെ തൊട്ട് ടോപ്പ് ഓപ്ഷൻ ആണ്. ഫുള്ളിന്റെ നേരെ താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, ബാക്കി കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക്. നോർമൽ ഓട്ടം തന്നെ പോയിട്ടുണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററിലുണ്ട്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോമാറ്റിക്. അതൊരു ന്യൂ മോഡൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി. തീർച്ചയായും. സെക്കൻഡ് ഷേപ്പ് ആണ് ടിയാഗോന്റെ. എങ്ങനെയാണ് പ്രൈസ്? എങ്ങനെയാണ് ഇത്? നമുക്കൊരു ഓഫർ പ്രൈസിൽ 4,60,000 രൂപ കൊടുക്കും. 4,60,000 2020 XZ ഓട്ടോമാറ്റിക് ഈ ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4-4.25 ലോൺ കയറും. 4.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 4.5 കിട്ടും. 10,000 രൂപ 10,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ അതൊക്കെ കുറച്ച് കൊടുത്തേക്ക് ഫുൾ ലോൺ ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത KL 73 വണ്ടിയാണ്. സുൽത്താൻ ബത്തേരി രജിസ്ട്രേഷൻ വരുന്ന XUV 500. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡല്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ W10 ആണ്. W10 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ SUV സെഗ്മെന്റിൽ അത് നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ സൈസ് SUV ആണ്. 7 സീറ്റർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വണ്ടി. എത്ര ഓട്ടോ ഇതിന്റെ ലോ കിലോമീറ്റർ? ഇത് 76,000 കിലോമീറ്റർ. ഒരു ഡീസൽ വണ്ടി കിലോമീറ്റർ തന്നെയാണ്. കാരണം പെട്രോൾ വണ്ടിന്റെ ഓട്ടം പോലും പോയിട്ടില്ല. ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അന്നത്തെ ഏറ്റവും ലോഡഡ് ഫീച്ചേഴ്സ് ലോഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ടയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. സേഫ്റ്റി വൈസും എല്ലാം അടിപൊളി ഒരു വണ്ടിയാണ്. നല്ല ടയർ ബാഗ് ഉണ്ടല്ലേ? ഇപ്പൊ ടയർ മാറ്റിയതാണ്. ടയർ മാറിയതാണ്. ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. ക്ലീൻ പീസ്. ഓക്കെ, ക്ലീൻ പീസ് വണ്ടി. ഒരു ക്ലെയിമും ഇല്ല. ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഇപ്പൊ ചോദിക്കുന്നത്? എത്ര? നമുക്കൊരു 9,20,000 രൂപക്ക് ഓഫർ പ്രൈസിൽ ഫൈനൽ റേറ്റിൽ കൊടുക്കാം. ഓക്കെ, 9,20,000 2016 74,000 കിലോമീറ്റർ ഓടിയ W10 ഡീസൽ ഓട്ടോമാറ്റിക് ഈ ഒരു XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും ഒരു 8-9 ഒക്കെ കിട്ടാൻ ചാൻസ്. 8-9 ലക്ഷത്തിനുള്ളിലായിട്ട് ലോണും ചെയ്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെഡാൻ കാറ്റഗറി ഹോണ്ട സിറ്റി ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡല് സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക്. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് VX. ഓക്കെ, 16 ഏറ്റവും ടോപ്പ് ഉണ്ട്. അതിനുശേഷമാണ് പിന്നെ ZX വരുന്നത്. അതിൽ സൺറൂഫ്, അലോയ്സ്, പുഷ് ബട്ടൺ ഒക്കെ വരും. എല്ലാം ഉണ്ടാവും വണ്ടിയാണ്. ഓട്ടോ എത്ര പോയി? ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഈ സിറ്റിനെ പറ്റി പ്രത്യേകം പറയാന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ ക്ലാസ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു കാറാണ് സിറ്റി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ വണ്ടിക്ക് മാർക്കറ്റിൽ പല റേറ്റിൽ വണ്ടികൾ കിട്ടാനുണ്ടാവും. ഇതിന്റെ ക്വാളിറ്റിക്കാണ് സിറ്റിക്ക് വേറെ റേറ്റ് പറയാം. ഇത് അങ്ങനെ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്ലെയിമോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ക്ലീൻ പീസ് വണ്ടിയാണ്. അബ്ബന്റെ ഒരു സുഹൃത്തന്നെ യൂസ് ചെയ്ത വണ്ടിയാണത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലെയിമില്ല. നല്ല നീറ്റ് സിറ്റി. അതും ലോ കിലോമീറ്റർ പ്രോപ്പർ കമ്പനി മെയിൻറ്റൈൻഡ് വാഹനമാണ്. CVT ഗിയർ ബോക്സ് ആണ് വരിക. പവർ ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മൈലേജ് കുറച്ച് കുറയാം. ഒരു 11-13 റേഞ്ചൊക്കെ മാക്സിമം മൈലേജ് ഉണ്ടാവും. അതിന്റെ വില കിട്ടൂല. സിംഗിൾ ഓണർഷിപ്പാണ്.
സിംഗിൾ ഓണർഷിപ്പ് തന്നെ നല്ല ടയർ ഭാഗം ഉണ്ട് അല്ലേ? ടയർ ഭാഗമുണ്ട്, നല്ല മെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അഡീഷണൽ ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഡാഷ് ക്യാമറ കാര്യങ്ങളും അഡീഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്കൊരു 7,40,000 രൂപ കൊടുക്കാം. 7,40,000 2016 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വെറും 52,000 അല്ലേ? 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണും ഒരു 7 ലക്ഷത്തിന്റെ മുകളിൽ കിട്ടും. 7 ലക്ഷം രൂപ എന്തായാലും ലോൺ കിട്ടും. ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തതാ ഒരു EV ടാറ്റ ടിയാഗോ ആണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2023 മോഡല് ടിയാഗോ EV LR ആണ്. ലോങ് റേഞ്ച് ആണ്. ലോങ് റേഞ്ച് എത്രയാ റേഞ്ച് വരുന്നത്? 300? കമ്പനി 320 പറയുന്നുണ്ട്, അത്ര കിട്ടില്ല. 250 കിട്ടും. 250 റേഞ്ചിൽ ഏകദേശം ഫുൾ ചാർജിൽ നിങ്ങൾക്ക് കിട്ടും. ലോങ് റേഞ്ച് ആണ്. മീഡിയം റേഞ്ചും ലോങ് റേഞ്ചിനും പ്രൈസ് നല്ല ഡിഫറൻസ് വരും. നല്ല ഡിഫറൻസ് വരും. പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ പ്രൈസ് വ്യത്യാസമുണ്ട്. ഇത് ലോങ് റേഞ്ച്. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ XZ പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അത് പിന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ഒന്നുമില്ല, ഒറ്റന്നേ ഉള്ളൂ. അതെ, കൊടുക്കുക ഓടിക്കുക അത്രേ ഉള്ളൂ. ഓരോ മോഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ല, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1.5 ലക്ഷം 1.60 കിലോമീറ്റർ വാറണ്ടി വരുന്നത്. അതെ, 1.5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം വാറണ്ടി. 8 വർഷം വാറണ്ടി അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിലിപ്പോ ചോദിക്കുന്നത് എത്രയാ? നമുക്ക് ഓഫർ പ്രൈസിൽ 7,75,000 കൊടുക്കാം. 7,75. പുതിയ ഇറങ്ങുമ്പോ ഏകദേശം 12.5. 13 മേലുണ്ട്. 13 മേലുണ്ട് അന്ന് ഇറങ്ങുമ്പോ. ഇപ്പൊ 12.5 അങ്ങനെ ഉണ്ട് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ലോങ് റേഞ്ചിന്. അപ്പോ ഫുൾ ഓൺ ചാൻസ് ഉണ്ടോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് ഓട്ടോ ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി. എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടി. അടുത്തത് 1 ലിറ്റർ കോമ്പാക്ട് SUV ആണ്, നിസാൻ മാഗ്നൈറ്റ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല്. ടോപ്പ് ഓപ്ഷൻ ആണ് XV പ്രീമിയം അല്ല, XV പ്രീമിയം എന്നൊരു ഓപ്ഷൻ മേലെ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ ടോപ്പ് ഓപ്ഷൻ XV എന്നൊരു ഓപ്ഷൻ ആണ്. ഓക്കെ, പെട്രോൾ മാനുവൽ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 66,000 21 മോഡൽ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ സൈഡ് അലോയ് മാത്രം റീപ്ലേസ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഫുൾ കമ്പനി തന്നെയാണ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഉള്ളിൽ അപ്രോണിലേക്ക് ഒന്നും കിട്ടിയില്ലല്ലോ? ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അലോയ് മാത്രം സ്ക്രാച്ച്. അലോയ് മതി. ക്ലെയിം ആകുമ്പോൾ പിന്നെ സ്ക്രാച്ച് വരുമ്പോൾ അതിന് റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രവണത എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും നല്ല 4 ടയേഴ്സും ഉണ്ട്. അതെ, നല്ല കണ്ടീഷൻ. അതായത് ഫീച്ചേഴ്സ് ഒരുപാട് ഉണ്ടാവും. കാരണം അലോയ് വീൽസ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ പ്രീമിയത്തിലോ ഇല്ലുണ്ടോ? പുഷ് ബട്ടൺ XV പുഷ് ബട്ടൺ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. 1 ലിറ്റർ എഞ്ചിനാണ്, മാനുവൽ ആണ്. ഒരു 12, 15, 16 വരെയൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. റിനോ കൈഗർ നോക്കുന്നവരുണ്ടെങ്കിലും ഇതും കൂടി പരിഗണിക്കാൻ പറ്റും. രണ്ട് സെയിം സാധനം തന്നെയാണ്. എങ്ങനെയാണ് എത്രയാ ചോദിക്കുന്നത്? ഇപ്പോൾ നമുക്കൊരു 5,60,000 രൂപ കൊടുക്കാൻ പറ്റും. 5,60 XV 2021 മോഡൽ ഈ ഒരു മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. 5 lakhs അതിന്റെ മേലെ തന്നെ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. ഓക്കെ, അടുത്തതാ ഇവിടുത്തെ ഏറ്റവും ചെറിയ വണ്ടിയാണ് ടാറ്റ നാനോ. ഇന്ത്യയിൽ ഒരു തരംഗമായി മാറിയ വണ്ടി അല്ലേ? 1 ലക്ഷം രൂപയ്ക്ക് കാറൊന്നും പറഞ്ഞിട്ട് ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ KL 12 വയനാട് രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 17 പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ XT അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഓക്കെ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ്. ക്ലെയിം വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം അത് ക്ലെയിം അല്ല, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ്. നമുക്ക് ഇപ്പൊ വണ്ടി നേരെ വീഡിയോ കാണിക്കാൻ വേണ്ടി കയറ്റിയെന്നുള്ള ചെറിയൊരു ഇതാണോ? ഓക്കെ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. നല്ല 4 ടയേഴ്സും ഉണ്ട്, പുതിയ ടയേഴ്സും ആണ്. അപ്പോ ചെറിയ സെഗ്മെന്റ്, ഒരു അഡീഷണൽ കാർ അല്ലെങ്കിൽ ടൗണിലൊക്കെ കളിക്കാൻ ഒരു ഓട്ടോമാറ്റിക് കാർ വേണമെന്നുണ്ടെങ്കിൽ ഇതാ. അതുപോലെ മാനുവൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഇനീഷ്യൽ അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. പിന്നെ നാനോ കാണുന്ന പോലെയല്ല, ഓടിച്ചവർക്കറിയാം നല്ല സ്പേസ് ആണ്, ഓടിക്കാൻ സുഖമുള്ള വണ്ടി, കാണുന്ന ചെറുപ്പമൊന്നുമല്ല, ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് 4 ആക്കി ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ എത്ര ചോദിക്കുന്നത്? ഇപ്പോ നമുക്ക് ഒരു 1,80,000 രൂപ കൊടുക്കാം. 1,80,000 2017 XTA ഓട്ടോമാറ്റിക് ആണ്. 1,80,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലോൺ കിട്ടും. നമുക്ക് 1.5 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.2. ഓക്കെ, നമ്മൾ തുടങ്ങിയത് MG ആസ്റ്ററിലാണ്. അടുത്തൊരു ആസ്റ്റർ ആണ്, KL 5 കോട്ടയം വണ്ടി, റെഡ് കളർ. ഇത് ടോപ്പിന്റെ ആണ്, അതായത് ഷാർപ്പ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഏതാ മോഡല്? 2022 മോഡല്. 22. ഇപ്പൊ ഓപ്ഷൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഓപ്ഷൻ മൊത്തം മാറി. ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സാവി പ്രോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഷാർപ്പാണ്. ഓക്കെ, CVT ഗിയർ ബോക്സ് വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ്. 2022 മോഡൽ. ഓക്കെ, വാറണ്ടി ഇതിന് എത്ര വരെ കിട്ടാറുണ്ട്? ഇതിന് വാറണ്ടി നിലവിൽ 2025 ലാസ്റ്റ് വരെയാണ് വാറണ്ടി ഉള്ളത്. കഴിഞ്ഞിട്ടുണ്ടോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ വെച്ച് 4 വർഷം കൊടുക്കുന്നുണ്ട്. അല്ല. ഓക്കെ, വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി.
40,000 4 വർഷം എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. പനോറമിക് സൺറൂഫ്, അലോയ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നത്. പുഷ് ബട്ടൺ എല്ലാം വരും. പിന്നെ അടിപൊളി ലുക്കാണ് വണ്ടി. MG ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, മൈലേജ് ഒരു 9 to 12 ആ റേഞ്ച് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവും, നല്ല കംഫർട്ട് ആയിരിക്കും. ഫീച്ചേഴ്സും കംഫർട്ടും ഉണ്ടാവും. അതെ, തീർച്ചയായും. എത്ര ചോദിക്കുന്നതിനിപ്പോ? നമുക്കൊരു 9,75,000 ഫൈനൽ കൊടുക്കാം. 9,45,000 2022 40,000 കിലോമീറ്റർ ഓടിയ CVT ഫുൾ ഓപ്ഷൻ ആസ്റ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് 18 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. അന്ന് 18 വരുന്നുണ്ട്. ഏകദേശം പാതി വിലേന്റെ അടുത്തെത്തി അല്ലേ? ഈ ഒരു 3 വർഷം കൊണ്ട് ഒരു നോർമൽ ഓട്ടോ ഓടിയാലും പാതി വിലേന്റെ അടുത്തെത്തി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഫുൾ ഓൺ കിട്ടും അല്ലേ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. പലരും കാറ് വാങ്ങാറുണ്ട്, പക്ഷെ അന്ന് ലിവ് എടുത്തവർക്കാണ് ഏറ്റവും ലാഭം. ഇപ്പൊ വിറ്റാലും നിങ്ങൾ ഉപയോഗിച്ച് തേഞ്ഞതിന്റെ പൈസ പോലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അല്ലേ? അത്രയ്ക്കും മാർക്കറ്റിൽ വിലയുള്ള വണ്ടിയാണ് ഇപ്പോഴും. KL 43 രജിസ്ട്രേഷൻ ഡ്യുവൽ ടോൺ ലിവയാണ്, മട്ടാഞ്ചേരി വണ്ടി. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് V എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. V ഫുള്ളിന്റെ തൊട്ട് താഴെ പെട്രോളിന്. പെട്രോൾ മാനുവൽ. ഓക്കെ, മാനുവൽ വാഹനമാണ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. എത്ര? 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, വളരെ കുറഞ്ഞ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പിൽ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എക്സ്ചേഞ്ച് ഒന്നും വണ്ടിയാണ്. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊക്കെ വരും. എല്ലാം ഉണ്ട്. നല്ല പക്കാ വണ്ടി, ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ പീസ് വണ്ടി എക്സ്ചേഞ്ചിൽ വന്നതാണ്. എന്തായാലും 2019 ലോ കിലോമീറ്റർ 26,000 മാത്രം ഓടിയ വണ്ടി. മൈലേജ് ഒരു 11, 14, 15 വരെയൊക്കെ മാക്സിമം 15-നുള്ളിലായിട്ട് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. എത്രയാ ചോദിക്കുന്നതിന്? നമുക്ക് ഓഫറായിട്ട് 5,30,000 രൂപ കൊടുക്കാം. 5,30,000 ഒറിജിനൽ കേരള ലിവ പെട്രോൾ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വാഹനമാണ്. പാതി കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിളിക്കാം. ലോൺ ഒരു 5 ലക്ഷം വരെ കിട്ടും. 5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായ SUV സെഗ്മെന്റ് നിസാൻ കിക്സ്. ഇതിന്റെ സെയിം സാധനം തന്നെയാണ് റിനോയില് ക്യാപ്ചർ. ഓക്കെ, അത് നോക്കണ്ടെങ്കിലും ഇത് നോക്കാൻ പറ്റും. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് XV പ്രീമിയം ഓപ്ഷണൽ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഡീസൽ മാനുവൽ ആണ്. ഓ, ഡീസൽ മാനുവൽ ആണ്. 110 ഡീസൽ മാനുവൽ. മൈലേജ് ഒരു 12-15 റേഞ്ച് വരെയൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര ഓട്ടം പോയത്? ഇത് 62,000 കിലോമീറ്റർ. വലിയ ഓട്ടം അല്ലല്ലോ. വലിയ ഓട്ടം. ഡീസൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ, അതും കാലം വെച്ച് നോക്കുന്ന സമയത്ത് 19 മോഡൽ വണ്ടിക്ക് വലിയൊരു ഓട്ടം അല്ല. നോർമൽ ഓട്ടം തന്നെ. പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടം കൂടിയിട്ടുള്ളൂ. അതെ, ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ. ഡ്യുവൽ ടോൺ അല്ല, അത് കസ്റ്റമർ ചെയ്തതാണ്. ഡ്യുവൽ ടോണിലാണ്. RC ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോ? ഇത് നമുക്ക് ഓഫറായിട്ട് ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 2019 XV പ്രീമിയം ഏറ്റവും ഫുൾ ഓപ്ഷൻ നിസാൻ കിക്സ് ഡീസൽ മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അന്ന് 17 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക്. ഓക്കെ, അപ്പൊ ക്യാപ്ചർ താല്പര്യം ഉണ്ടെങ്കിലും സെയിം കാറ്റഗറിയാണ്. ലുക്ക് വൈസ് ചെറിയൊരു മാറ്റം ഉണ്ട്. ചെറിയൊരു ബാഡ്ജിങ്ങുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ ഫ്രണ്ടിൽ ഗ്രില്ലിലും ബമ്പറിലൊക്കെ ഉള്ള മാറ്റം. അപ്പൊ താല്പര്യം എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. ഇത്രയും നേരം ലോ കിലോമീറ്റർ വണ്ടികൾ കണ്ടു. അടുത്തതാ ഒരു വെടിക്കെട്ട് വിലയില് Volkswagen Tiguan GT നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. KL 24 രജിസ്ട്രേഷൻ വാഹനമാണ്. ഡീറ്റെയിൽ ഒക്കെ മിൻഹാജ് പറയും. എങ്ങനെയാ? 2021 മോഡല് GT 1.5 DSG. ഓക്കെ, DSG ഗിയർ ബോക്സ് വരുന്ന വാഹനം. DSG ഇതിലേ വരുന്നുള്ളൂ. 1 ലിറ്ററിൽ ടോർക്ക് കൺവെർട്ടർ വരാം. പവർഫുൾ SUV അല്ലേ? ഓൺ റോഡ് 23 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്ന വണ്ടി. അതെ, ഫുൾ ഓപ്ഷന് 23 ലക്ഷം ഏകദേശം ഓൺ റോഡ് ഉണ്ട്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് ഓഫർ പ്രൈസിൽ 9,90,000 രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം. ചാലഞ്ചിങ് പ്രൈസ് ആണ്. 9,90,000 കിട്ടുന്നത്. ഏതായാലും മോഡൽ പറഞ്ഞാൽ 21 മോഡലാണ്. 9,90,000 നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും ലക്ഷങ്ങളുടെ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ടാവും, ക്ലെയിം ഉണ്ടോ? മേജർ ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. 97,000 കിലോമീറ്റർ ഓടില്ല. പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 97,000 പെട്രോൾ. ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, കച്ചവടക്കാരനെ വിളിക്കും. കച്ചവടക്കാരോട് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ RC മാറാതെ എന്തായാലും വണ്ടി ഇവിടുന്ന് കൊടുക്കുന്നതല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറാണ്. ഡീലർ പ്രൈസ് കസ്റ്റമറിലേക്ക്. RC മാറാണ്ട് വണ്ടി വിട്ട് കൊടുക്കില്ല. പല പ്രശ്നമുണ്ട്. ഹുണ്ടി പൈസ കൊണ്ടുവന്ന പ്രശ്നമൊക്കെ ഞാൻ ഇപ്പൊ അടുത്തായിട്ട് കേട്ടിട്ടുണ്ട്. പല പ്രശ്നമുണ്ട് ഇങ്ങനത്തെ വണ്ടി വിട്ടു കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വിളിച്ചോ. ഫുൾ ലോണും കയറില്ല. 13.5 ലക്ഷം രൂപ ID വീട്ടില്. ഫുൾ ലോൺ അല്ല, അതിന് അധികം ലോൺ ചെയ്യാം. ഫുൾ ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സെക്കൻഡ് ജനറേഷൻ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ടാറ്റ നെക്സോൺ ആണ് വാഹനം. KL 7 രജിസ്ട്രേഷൻ ആണ്. കുറെ എറണാകുളം വണ്ടി ഉണ്ടല്ലേ? എറണാകുളം വണ്ടി ഒരുപാട്. എല്ലാ രജിസ്ട്രേഷൻ ഓൾ കേരള സോഴ്സിംഗ് ഉള്ളതുകൊണ്ട് എല്ലാ രജിസ്ട്രേഷനിലും വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡീസൽ വെച്ച് നോക്കുമ്പോൾ 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, ഒരു പെട്രോൾ വണ്ടീൻ്റെ ഓട്ടം.
അത്രേ ഉള്ളൂ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ അത്. ഡീസൽ ഓട്ടോമാറ്റിക് XMS എന്ന് പറയുന്ന വേരിയന്റ്, സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ വരെ അതിൽ സൺറൂഫ് വരുന്നത്. വെറും XM ഉണ്ട്, ഇത് XMS ആണ്, സൺറൂഫ് ഉണ്ടാവും. സൺറൂഫ് വരുന്ന വണ്ടി. ഓക്കെ, അപ്പോ മൈലേജ് ഒരു 17-18 ഒക്കെ കിട്ടും. ഗിയർ ബോക്സ്. അതെ അതെ അതെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ. ക്ലെയിമോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. പ്രോപ്പർ മെയിൻറ്റൈൻ ആണ്. പ്രോപ്പർ ആയിട്ട് മെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് ഒരു 8,35,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. 8:35-ന് 2022 വെറും 39,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് XMS സൺറൂഫ് വരുന്ന ഓപ്ഷൻ. എക്കോസ്പോർട്ട് ഡീസലൊക്കെ നിർത്തി പോയതിനു ശേഷം അത്യാവശ്യം ഇതിന്റെ ഡീസൽ നല്ല എൻക്വയറി, നെക്സോൺ ഡീസൽ നല്ല എൻക്വയറി വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി അല്ലേ, 5 സ്റ്റാർ റേറ്റിംഗ്. ലോൺ ഒരു 8 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഫസ്റ്റ് ഷേപ്പ് S-Cross ആണ്. ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ വാഹനമാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് സീറ്റ എന്നൊരു ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ നേരെ താഴെ വരുന്നത്, തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഏതാ മോഡല്? 2017 മോഡല്. 17 മോഡൽ സീറ്റ. സെക്കൻഡ് ഓണർഷിപ്പില് 1,10,000 കിലോമീറ്റർ ഓടിയുള്ള പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ട്. പ്രോപ്പർ സർവീസ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. അപ്പൊ മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ്. അലോയ്സ് വരൂലേ? അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. നല്ല ടയർ ഭാഗം ഉണ്ട് കേട്ടോ, അടിപൊളി നല്ല ടയർ ഭാഗം ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനല്ലേ പാർട്ടിയില്ല? വേറെ ചെയ്യാനൊന്നുമില്ല. ഇതിപ്പോ റീപ്ലേസ് പറയാന്നുണ്ടെങ്കിൽ ഇതിന് ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്, അല്ല ഡിക്കിയോ ആക്സിഡന്റൽ ഒന്നുമല്ല, പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇതിനിപ്പോ? നമുക്കിപ്പോ ഓഫർ ആയിട്ട് ഒരു 5,75,000 കൊടുക്കാം. 5.25 ലക്ഷത്തിന് 2017 ഡീസൽ മാനുവൽ സീറ്റ ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ചെറിയൊരു വിലക്ക് ഒരു കോമ്പാക്ട് SUV, അതും ഡീസൽ. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഷമീസ് കാസിലേക്ക് ഇനിയും ഒരുപാട് വണ്ടികളുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. നമ്മളെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഡെയിലി സ്റ്റോക്ക് അപ്ഡേറ്റ്സ് ഇങ്ങനെ ഇടുന്നു. അതെ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് മാത്രമല്ല മറ്റേ ഷോറൂമിലേക്ക് വേണമെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ 10 ലക്ഷത്തിന്റെ മേലുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു. ബൈ.